നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എറവ ആറങ്കലിൽ H1N1 പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഗുരുക്കന്മാരെ ആദരിച്ച നാടെങ്ങും അധ്യാപക ദിനാചരണം. വാർത്തകൾ വിശദമായി. എറവ ആറാങ്കലിൽ H1N1 പനി ബാധിച്ച സ്ത്രീ മരിച്ചു. കണ്ടംകുളത്തി ഫെർഡിനാൻഡ് ഭാര്യ മീനയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞയാഴ്ച ബാംഗ്ലൂരിൽ മകളുടെ അടുത്ത് പോയി 4 ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ മീനയ്ക്ക് പനി ആരംഭിച്ചിരുന്നു. തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 3-ാം ദിവസമാണ് മീന മരണപ്പെടുന്നത്. ഭർത്താവ് ഫെർഡിനാൻഡ്, മക്കൾ വിനസ്, ബോബി, മരുമക്കൾ നൈജോ, ജിത്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശുഭ സുരേഷ്, സ്മിത അജയകുമാർ, ജനപ്രതിനിധികളായ ഷീന പറയങ്ങാട്ടിൽ, K രാമചന്ദ്രൻ, സീന അനിൽകുമാർ, സീനത്ത് മുഹമ്മദ് അലി, CK കൃഷ്ണകുമാർ, TB മായ, സെൽജി ഷാജു, CR രമേശ്, രജനി തിലകൻ, PS നജീബ്, ലത മോഹൻ, അബ്ദുൾ ജലീൽ, ആൻഡോ തൊറയൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KM ജയദേവൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി P സുഷമ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ മേൽത്രിക്കോവിൽ ശിവക്ഷേത്രത്തിൽ ഇല്ലനിറ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ അഭിഷേകം, ശ്രീരുദ്രം ധാര, ഗണപതി ഹോമം, ഇല്ലനിറ, നിറപുത്തരി എന്നിവ നടന്നു. പഴങ്ങാമ്പറമ്പ് നന്ദൻ തിരുമേനി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി ശ്രീഹരി സഹകാർമ്മികനായിരുന്നു. ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് രാമൻ ചേർത്തേടത്ത്, സെക്രട്ടറി ഹരിദാസ് ആലക്കൽ, ട്രഷറർ KK ധർമ്മബാലൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ മുരളീധരൻ കുന്നത്തുള്ളി, ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ, K കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിന്റെ ക്രമസമാധാനം കൊള്ളക്കാരിലേൽപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് പ്രസിഡന്റ് KS ദീപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KV സിജിത്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് EB ഉണ്ണികൃഷ്ണൻ, AT റഫീഖ്, AMM നൂറുദ്ദീൻ, PM ആസഫ് അലി എന്നിവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യമുള്ള MLA ആണ്. കേരളത്തിലെ ഭരണം പോലീസ് രാജാണെന്നും ലോകം കണ്ട, ലോകം ആഗ്രഹിച്ച തൃശൂർ പൂരത്തെ തുരങ്കം വെച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേരള മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒരു MLA പറയുമ്പോൾ അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശനല്ല, കേരളത്തിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ല, കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയല്ല പറഞ്ഞത്. അത് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂരിൽ കഴിഞ്ഞ 2 തവണയായി വിജയിച്ച MLA പറയുന്നു. കേരളത്തിലെ ഭരണ സംവിധാനം തകർന്നിരിക്കുന്നു. താന്യം കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചായത്ത് തല ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. NK ഷാജഹാന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ CDS ചെയർപേഴ്സൺ സുജിത നിരേഷ് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, CL ജോയ്, ശ്രീകല സന്തോഷ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിനു, CDS മെമ്പർമാരായ വൃന്ദ ജയലാൽ, യമുന രാജു എന്നിവർ സംസാരിച്ചു. നിത്യഹരിതം JLG ഗ്രൂപ്പാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. ചെട്ടുമല്ലി കൃഷി നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്.
ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പോലെ തന്നെ ഒരു മുറം പൂക്കൾ. അത്തം തൊട്ട് 10 ദിവസം നമ്മുടെ സ്ത്രീകൾക്ക് പൂക്കളിടാനായിട്ട് വീടുകളിൽ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പൂക്കൾ ഇഷ്ടംപോലെ പൂക്കളുകൾ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം, ഓണത്തിന് ഒരു ചെറിയ വരുമാനം എന്ന നിലയ്ക്കും കൂടിയാണ് നമ്മൾ ഈ പൂക്കൃഷി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഓരോ വീടുകളിലേക്കും ആവശ്യത്തിനുള്ള പൂക്കൾ ഉണ്ടാകും. അതുകൂടാതെ കുറച്ച് നമുക്കൊരു വിൽക്കാനും കൂടിയുള്ള പൂക്കൾ ഇതിലുണ്ടാകും. അത്രമാത്രം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ അധ്യാപക ദിനാചരണം ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കുള്ള സിലബസിലെ അപ്പുറത്തേക്ക് നമ്മൾ വായന പോകണം. പുതിയ അറിവുകൾ സ്വീകരിക്കാൻ പറ്റിയ എന്തെല്ലാം സങ്കേതങ്ങളാണെന്ന് നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് കുറച്ച് സമയം പുതിയ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റുന്ന ഒരു സമയമായി കൂടി നിങ്ങൾ ഇതിനെ കാണണം എന്നുള്ളത് ഉറപ്പാണ്. മാറുന്ന കാലത്തിനനുസരിച്ച് അധ്യാപകരും മാറണമെന്ന് അദ്ദേഹം അധ്യാപക സമൂഹത്തോട് ആവശ്യപ്പെട്ടു. ചന്ദ്രാപ്പനി പെരുമ്പടപ്പ ഗവൺമെന്റ് LP സ്കൂളിലെ VK കുമാരൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന അധ്യാപക ദിനാചരണത്തിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ TK ചന്ദ്രബാബു അധ്യക്ഷനായി. സാംസ്കാരിക പ്രവർത്തകൻ UK സുരേഷ് കുമാർ അധ്യാപക ദിന സന്ദേശം നൽകി. ഉപജില്ലയിലെ വിദ്യാരംഭം കൺവീനറും ചന്ദ്രാപ്പനി ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയുമായ അഭയ രചിച്ച അവതരണ ഗാനം സംഗീതാധ്യാപകനായ സേദ്വിൽ ചിട്ടപ്പെടുത്തി വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകർ അവതരിപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ KV അമ്പിളി, ഷീബ ചാക്കോ P, മുല്ലശ്ശേരി BPC അനീഷ് ലോറൻസ്, അധ്യാപക സംഘടനാ പ്രതിനിധികളായ ഡെന്നി ഡേവിഡ്, പ്രതിനിധി AL മനോഹിത്, ഷാഹുൽ ഹമീദ് സഗീർ, KS ബിനി, ദീപക്, സാദിഖ്, CK ബിജോയ്, NA അനുരാഗ്, ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV റഫീഖ്, ബിനോയ് T മോഹൻ എന്നിവർ സംസാരിച്ചു. CPST ചാവക്കാട് താലൂക്ക് കമ്മിറ്റി വേറിട്ട രീതിയിൽ അധ്യാപക ദിനാചരണം നടത്തി. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിനും SSRC LP സ്കൂളിനും മുന്നിലുള്ള റോഡ് മരം മുറിച്ചതിനെ തുടർന്ന് അപകടാവസ്ഥയിലായിരുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി പ്രസ്തുത റോഡ് വൃത്തിയാക്കിയാണ് അധ്യാപക ദിനാചരണം നടത്തിയത്. CPST ജില്ലാ എക്സിക്യൂട്ടീവ് ANG ജെയ്ക്കോ മാസ്റ്റർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സെക്രട്ടറി EA നെൽസൺ അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി ജെയിംസ് ചിറയത്ത്, ഫീമെയിൽ കോർഡിനേറ്റർ ബിന്ദു ടീച്ചർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ PA വിൻസെന്റ്, VG ഹരീഷ്, ജെയ്സൺ K ജോസ്, ഭവ്യ ഓമനക്കുട്ടൻ, PR ജോസ്, സുനിൽ കരയാവട്ടം എന്നിവർ നേതൃത്വം നൽകി. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വലിയൊരു മരമുത്തശ്ശി ഇവിടെ നിന്നിരുന്നു. ഈ മരം കഴിഞ്ഞ ദിവസങ്ങളിൽ മുറിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അപകടാവസ്ഥയായിരുന്നൊരു മരമായിരുന്നു. അത് മുറിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. പക്ഷെ അത് മുറിച്ചു കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടുന്ന് നീക്കം ചെയ്യുവാൻ ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് അത് കോൺട്രാക്ട് എടുത്തവർ തയ്യാറായില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. അതിൻ്റെ ഫലമായി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടിൽ അത്യാവശ്യം വലിയൊരു കുഴി അവിടെ രൂപപ്പെട്ടു. ഞങ്ങളിപ്പോൾ താൽക്കാലികമായി അത് അടച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് കാണാം മാലിന്യ കൂമ്പാരമാണ് ചുറ്റും. അത് മഴയും കൂടി പെയ്തപ്പോൾ സ്കൂളിലേക്ക് വരുന്ന ചെറിയ കുട്ടികളും വലിയ കുട്ടികളും വഴിയാത്രക്കാരും പലരും ഇവിടെ വീഴുന്നതൊരു നിത്യസംഭവമായി. അങ്ങനെയാണ് അത് ഇത്രയധികം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപകാരമുള്ള ഈ ഒരു കാര്യം ഈ റോഡ് വൃത്തിയാക്കിക്കൊണ്ട് ഈ അധ്യാപക ദിന ആഘോഷം അതായി മാറ്റുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഇടവേള. സ്കൈഫോണിൽ നിന്നും കാർബൈ TV തുടങ്ങിയ സമ്മാനങ്ങൾ. സ്കൈഫോണിൽ ഓണം മെഗാ ഓഫർ പെരുമഴ. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. എല്ലാ സ്മാർട്ട് ഫോണുകൾക്കൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണാവസരം. ഓരോ പർച്ചേസിലും നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫർ സമ്മാന പെരുമഴ. ഓപ്പോ ഓണം സ്പെഷ്യൽ ഓഫർ. റെഡ്മി ഓണവിസ്മയം 0% EMI സൗകര്യം. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് EMI സൗകര്യം. സാംസങ് ഫോണുകൾക്ക് സാംസങ് ഫിനാൻസ് പ്ലസ് സൗകര്യം. പഴയ ഫോണുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം. റീസണബിൾ പ്രൈസ്. സെയിൽസ് ആൻഡ് സർവീസിംഗ്. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്.
മാത്രമല്ല കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽ, സിറ്റി ടവർ, ഫോൺ 8078776665 80800088. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. 25 വർഷം സൗന്ദര്യ സങ്കല്പ ആശയങ്ങൾ യുവതീ യുവാക്കൾക്ക് പകർന്നു നൽകി സ്വയം തൊഴിൽ രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ ചന്ദ്രിക ടീച്ചറെ അധ്യാപക ദിനത്തിൽ ജില്ലാ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ലാസുകളിലും അക്ഷയ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ക്ലാസുകളിലുമായി ചന്ദ്രിക ടീച്ചർ പഠിപ്പിച്ച 600-ലധികം പേർ തൊഴിൽ ചെയ്തു വരുന്നുണ്ട്. ഈ നിസ്വാർത്ഥ സേവനത്തിനുള്ള അംഗീകാരമാണ് സ്നേഹാദരവ് സമർപ്പണം നടത്തിയത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിനി ടീച്ചർ പുരസ്കാര സമർപ്പണം നടത്തി. ജിൻസി റോബിൻ അധ്യക്ഷയായി. ചടങ്ങിൽ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, മുൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ, ജെൻസൺ വലപ്പാട്, ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ഭാരവാഹികളായ ലിജി സുരേഷ്, സിന്ധു അനിൽകുമാർ, ബിന്ദു കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഈ ഒരു ഫീൽഡിൽ, അതായത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ബ്യൂട്ടി മേഖല എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നിരുന്ന ഒരു മേഖലയായിരുന്നു. കാരണം ഏതൊരു വീട്ടിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഏതൊരു വീട്ടിലും ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടീഷ്യൻ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവണം. പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യനോ എന്ന് പറയുമ്പം അവർ മുഖം തിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ ഒരു മേഖല ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ 10ാം ക്ലാസ്സിലെ പിള്ളേർ, എൻ്റെ കുട്ടികൾ, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എല്ലാവരും വന്നതിന് ആദ്യമേ നന്ദി പറയുന്നവരുണ്ട്. വാടനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് 2021-22 കേരളത്തിലെ ഏറ്റവും നല്ല അധ്യാപകനുള്ള അവാർഡ് നേടിയ രമേശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ KA സെയ്ദു മുഹമ്മദ് അധ്യക്ഷനായി. സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും സ്നേഹോപഹാരം നൽകി. PTA പ്രസിഡന്റ് റഫീഖ്, വൈസ് പ്രിൻസിപ്പാൾ രാധ ടീച്ചർ, അറബിക് HOD മുസ്തഫ സഖാഫി, സ്റ്റാഫ് സെക്രട്ടറി PA സുഹറാബി എന്നിവർ സംസാരിച്ചു. വേണ്ടി നമ്മൾ ഓരോ രൂപങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മളത് കരുതുന്നു എന്ന് മാത്രം. അപ്പോൾ കബീർദാസിനോട് ചോദിക്കുകയാണ്, അങ്ങ് ഇതിൽ ആരെയാണ് ആദ്യം വണങ്ങുക എന്ന്. അദ്ദേഹം ഒരു സംശയം കൂടാതെ പറഞ്ഞു, ഞാൻ എൻ്റെ ഗുരുനാഥനെയാണ് വണങ്ങുക എന്ന്. ചോദിച്ച ആൾക്ക് ഭയങ്കര അത്ഭുതമായി. ഈശ്വരന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഗുരുനാഥനെ വണങ്ങുക? അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അങ്ങ് ഇങ്ങനെ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഈ നന്മയിലേക്കുള്ള, ഈ ഈശ്വരനിലേക്കുള്ള, ഈ സത്യത്തിലേക്കുള്ള പാത എനിക്ക് തുറന്നു തന്നത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ്, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് എന്നാണ്. എത്ര മഹത്തരമായ വാക്കുകളാണ് എന്നത് കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം.
നിങ്ങൾ ചിന്തിക്കണം. ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾ, അവരുടെ ചിന്തയുടെ രീതികൾ, ചിന്തയുടെ തലങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ കൂടി കടന്നു പോകണം. ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ള പ്രായമാവുന്നേ ഉള്ളൂ. കുറെ കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ആ മഹത്വം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും. ത്രിപുര ലയൺസ് ക്ലബിന്റെയും ത്രിപുര സെയിന്റ് ജൂഡ് ചർച്ചിന്റെയും നേതൃത്വത്തിൽ തൃശൂർ IMA സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തി. ഫാദർ പോൾ കള്ളിക്കാടൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ SM ബാലഗോപാൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സാനി ജോസഫ്, ക്ലബ് സെക്രട്ടറി CR ഗണേഷ്, ട്രഷറർ ജ്യോതി തോമസ്, K ആന്റണി, ലയൺസ് ക്ലബ് ചെയർപേഴ്സൺ വ്യാസബാബു, AA ആന്റണി, മാധവ മേനോൻ, NM സുരേഷ് കുമാർ, KS സുധീർ, റിൻഡു സുരേന്ദ്രൻ, റോസ്മേരി സാനി, ലേഖ രഘുപുളിക്കൽ, ജിസ ആന്റണി, CP റോബിൻ എന്നിവർ സംസാരിച്ചു. ചർച്ചിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ രക്തദാന കാരുണ്യ പ്രവർത്തിയിലേക്ക് ഇവിടെ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന ത്രിപുര ലയൺസ് ക്ലബിലെ എല്ലാ ഭാരവാഹികൾക്കും എല്ലാ പ്രവർത്തകർക്കും സ്നേഹത്തോടെ എല്ലാ അഭിനന്ദനങ്ങളും സ്നേഹത്തോടെ. ലയൺസ് ഇന്റർനാഷണൽ 318 അടിയുടെ ക്ലോത്ത് ബാങ്ക് പ്രൊജക്ടിന്റെ ഭാഗമായി ശേഖരിച്ച വസ്ത്രങ്ങളിൽ ഒരു ഭാഗം സമഗ്ര ശിക്ഷ കേരള അന്തിക്കാട് BRCയുടെ കീഴിലുള്ള ഓട്ടിസം സെന്ററിലേക്ക് കൈമാറി. ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരന്റെ ആരംഭത്തിൽ നിന്നും ഓട്ടിസം സെന്റർ അധ്യാപിക ജില്ലി ടീച്ചർ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. കാഞ്ഞാണി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ആന്റണി വർക്കി, ഷേർലി ടീച്ചർ, വാർഡ് മെമ്പർ പുഷ്പ വിശ്വംഭരൻ എന്നിവർ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനാചരണം നടത്തി. 26 വർഷമായി അധ്യാപന വൃത്തിയിൽ തുടരുന്ന ചെമ്മപ്പള്ളി ALP സ്കൂളിലെ പ്രധാനാധ്യാപിക KP ബിന്ദുവിനെ സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ അനുമോദിച്ചു. സ്റ്റഡി സെന്റർ ഭാരവാഹികളായ രാമൻ നമ്പൂതിരി, പ്രമോദ് കണിമംഗലത്ത്, സ്കൂളിലെ അധ്യാപിക EG ലിജി, സ്കൂൾ ലീഡർ മുഹമ്മദ് യാഫീസ് എന്നിവർ സംസാരിച്ചു. മണലൂർ സെയിന്റ് തെരേസസ് UP സ്കൂളിൽ PTA MPTA അംഗങ്ങളുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. PTA പ്രസിഡന്റ് സിജോ മാത്യു ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക അധ്യക്ഷയായി. അധ്യാപകർക്കായി ക്വിസ് മത്സരം, കസേരകളി എന്നിവ സംഘടിപ്പിച്ചു. എല്ലാ അധ്യാപകർക്കും സമ്മാനം നൽകി ആദരിച്ചു. കുട്ടികൾക്കും മധുരം വിതരണം ചെയ്തു. സീനിയർ അധ്യാപിക മേരി ടീച്ചർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂർ സെയിന്റ് മേരീസ് LP സ്കൂളിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിന്ധു അനിൽ അധ്യക്ഷയായി. പ്രധാനാധ്യാപിക സീജ ജോസഫ്, നിമ്മി ടീച്ചർ, മുൻകാല അധ്യാപകരായ TD ജോസ്, ഷീല ടീച്ചർ, ആനീസ് ടീച്ചർ എന്നിവരെ സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു. വിദ്യാലയത്തിലെ കുട്ടികളുടെ കലാപരിപാടികളുണ്ടായി. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ആശംസാ കാർഡ് നിർമ്മാണ മത്സരത്തിൽ വിജയികളായവർക്ക് സ്കൂൾ മാനേജർ ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അധ്യാപികമാരായ സിൽജി, നിമിഷ ശ്യാംരാജ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തി നിർഭരമായി. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് സതീശൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ പങ്കെടുത്തു. വാണിജ്യം. നാട്ടിക സാമൂഹ്യ ക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ ത്രിപുരയാറിൽ ആരംഭിച്ച നീതി ഷോപ്പിംഗ് വില്ലേജ് സഹകരണ രംഗത്തെ മികച്ച മാതൃകയാണെന്നും ഇത് മറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്ക് അനുകരിക്കാവുന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ശ്രീ അനിൽ പുളിക്കന്റെ നേതൃത്വത്തിൽ നാട്ടിക സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നിട്ട് ഒരു ദശാബ്ദക്കാലാവുകയാണ്. ഒരു ദശാബ്ദകാലം കൊണ്ട് വിസ്മയം നിർത്തിയിരിക്കുകയാണ്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സ്റ്റേജിൽ ഇരുന്ന്. ഇത് എന്തൊരു സംരംഭമാണ്, എന്തൊരു മഹത്തായ സംരംഭമാണ്. 3 കൊല്ലമായ സഹകരണ പ്രസ്ഥാനത്തിന് പോലും കൊടുക്കാൻ പറ്റാത്തത്ര തൊഴിലാണ് ഈ സംഘം 10 വർഷം കൊണ്ട് കൊടുത്തിരുന്നത്. അത്രയും കുടുംബങ്ങൾക്കാണ് താങ്ങായി തണലായി മാറിയത്. അത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയല്ല. സാധാരണ സൊസൈറ്റി ചെയ്യാത്ത പരിപാടിയാണ് ചിപ്സ് ഉണ്ടാക്കുന്നത്. നല്ല പ്രോഡക്റ്റ്, നല്ല മാർക്കറ്റ് കിട്ടി, നല്ല രീതിയിൽ അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു കൊതി ചിപ്സിന്റെ വിജയമാണ് ഇങ്ങനെയൊരു സംരംഭത്തിലേക്ക് ഉള്ള ചിന്ത കൊണ്ടുവന്നത് തോന്നുന്നു.
ഒരു കിടക്കീഴിൽ മനുഷ്യന് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ഒരുമിച്ച് വരുന്നു എന്നത് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണ്. തൃപ്രയാർ നീതി ഷോപ്പിംഗ് വില്ലേജ് എന്ന സഹകരണ സംരംഭം ജനകീയ സംരംഭമാകുമെന്നും നാടിൻ്റെ സംരംഭമാകുമെന്നും വി.ഡി. സതീശൻ തൃപ്രയാർ നീതി ഷോപ്പിംഗ് വില്ലേജ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇത് കേരളത്തിൽ ആരും ചെയ്യാത്തതാണ്. ആരും ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം കാണുന്നില്ല, ഒരാളും ചെയ്തിട്ടില്ല. എല്ലാം ഒരു കുടക്കീഴിൽ സാധാരണ വലിയ സൂപ്പർ മാർക്കറ്റും വലിയ മോളും കൊണ്ടുവന്നിട്ടാണ് പറയുന്നത് എല്ലാവരുടെയും. ഇതല്ലല്ലോ. ഇത് ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും നല്ല വിലക്കുറവിൽ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കിയ ഓരോ ഷോപ്പുകളും വളരെ ശ്രദ്ധയോടുകൂടി ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ന്യായമായ വിലയ്ക്ക് നല്ല സാധനം വിലക്കുറവിൽ നിങ്ങൾക്ക് തരും. അത് ഓണസമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത്. നാട്ടിക എം.എൽ.എ. സി മുകുന്ദൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വളരെയേറെ സന്തോഷകരമായ അനുഭവമാണ് എനിക്കുള്ളത്. ഇതിന്റെ പ്രവർത്തകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. സംഘം പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. തൃപ്രയാറിലും കൈപ്പമംഗലം മൂന്നുപീടികയും 2 ഔട്ട്ലെറ്റുകൾ ഹോട്ട് ചിപ്സിന്റെ കൊതി ചിപ്സ് എന്ന പേരിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ആ കൊതി ഹോട്ട് ചിപ്സിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യും. ഇപ്പോൾ ഈ തൃപ്രയാർ പോളിംഗ് ജംഗ്ഷനിൽ നാട്ടിക സാമൂഹ്യ ക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ നീതി ഷോപ്പിംഗ് വില്ലേജിന് തുടക്കം കുറിക്കുകയാണ്. എല്ലാ ഉപയോഗ വസ്തുക്കളും ആവശ്യ വസ്തുക്കളും ഒരേ സമയം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കിട്ടുന്ന പലചരക്കും പച്ചക്കറിയും ഫ്രൂട്ട്സും ജെൻസ് ഗാർമെന്റ്സും പ്രിയങ്ക വസ്ത്രാലയും റോയൽ ടച്ച് ബുട്ടിക്കും പുതിയ കാലത്തിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് രൂപവും ഭാവവും നൽകുന്ന ഇസബെല്ല ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡിയോയും മിതമായ നിരക്കിലും മികച്ച ഗുണനിലവാരത്തിലും വിൽക്കപ്പെടുകയാണ്. സി.പി. സാലിഹ്, ശ്രീദേവി മാധവൻ, റസീന ഖാലിദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഇത് ഓണമാണ് വരുന്നത്. വളരെ വിലക്കുറവിൽ ഇങ്ങനെ ഒരു സ്ഥാപനങ്ങൾ തുറക്കപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ ഓണക്കാലത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പ്രളയത്തിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള പൊതുവെ സാമ്പത്തിക പ്രശ്നമുള്ള ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. സംഘം ഡയറക്ടർ ലിജി നിതിൻ സ്വാഗതവും എം.വി. വിമൽകുമാർ നന്ദിയും പറഞ്ഞു. സംഘം സെക്രട്ടറി കെ.ആർ. രാഗി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മികച്ച ഗുണമേന്മയും കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കാത്ത വില നിലവാരവും ഷോപ്പിംഗ് വില്ലേജിന്റെ പ്രത്യേകതയാണ്. പല സാധനങ്ങൾക്കും MRP വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ വിൽപ്പന നടക്കുക. പലചരക്ക്, പച്ചക്കറി, ഫ്രൂട്ട്സ്, ജെൻസ് ഗാർമെന്റ്സ്, വസ്ത്രാലയ, ബൊട്ടിക്, ഗിഫ്റ്റ്, ടോയ്സ്, സ്റ്റേഷനറി, ചെരുപ്പ്, ബാഗ്, ഫാൻസി, ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡിയോ, കറി പോയിന്റ്, പൊറോട്ട, ചപ്പാത്തി ഹോൾസെയിൽ, ചായ, ജ്യൂസ്, ഷെയ്ക്ക്, ഐസ്ക്രീം, ഫലൂദ, ഷവർമ, മൊജിറ്റോ, സ്നാക്സ്, മലബാർ വിഭവങ്ങൾ, ബിരിയാണി എന്നിവയാണ് ഈ സ്ഥാപനത്തിലൂടെ ലഭ്യമാക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എറവ് ആറങ്ങലിൽ H1N1 പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഗുരുക്കന്മാരെ ആദരിച്ച നാടെങ്ങും അധ്യാപക ദിനാചരണം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.